അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിനല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഹദീസ് നിഷേധത്തിന് മുസ്തഫ ഉന്നയിച്ചിട്ടുള്ള ഒരു തെളിവ് വബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ എന്ന ആയത്താണ്. മുസ്തഫ ചേകനൂരിനെ ഉദ്ധരിക്കുന്നുണ്ട്. ചേകനൂരിനെ ഉദ്ധരിക്കുന്നത് എന്തിനാണ്? ചേകനൂർ സ്വതന്ത്രമായുള്ള ഇജ്തിഹാദ് നടത്തി അദ്ദേഹത്തെ ആളുകൾ കൊന്നുകളഞ്ഞു. അതുപോലെ ഒരു പക്ഷേ എന്നെയും കൊന്നുകളയാം എന്ന് പേടിയുള്ളത് കൊണ്ടായിരിക്കണം സ്വതന്ത്ര ഇജ്തിഹാദ് ചെയ്യുന്നവരൊക്കെ കൊന്നുകളയാണ് മുസ്ലിങ്ങൾ എന്നാ. യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഇജ്തിഹാദ് എന്ന് പറയുന്ന ഒരു ഇജ്തിഹാദ് ഉണ്ടോ? ഇജ്തിഹാദ് എന്ന് പറയുന്നത് അതിന് ചില വ്യവസ്ഥയും മറ്റുമൊക്കെ ഉണ്ട്. അതനുസരിച്ച് പോകുമ്പോഴേ ഇജ്തിഹാദാവുള്ളൂ. വളയല്ലാതെ ചാടുക എന്നുള്ളൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. മുസ്തഫയെ പോലുള്ള ആളുകൾ നടത്തുന്നത് ഈ വളയില്ലാത്ത ചാട്ട. അവർ ചെയ്യുന്ന കോപ്രായങ്ങൾക്ക് ഇജ്തിഹാദ് എന്ന് പേരിടുകയും യാതൊരു നിയമവും വ്യവസ്ഥയും ക്രമവും ചിട്ടയില്ലാതെ എന്തൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. എന്നിട്ട് ഖുർആൻ അതാണ് പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അതിൽ കുറച്ച് പാവങ്ങൾ കരുവായി തീരുകയും ചെയ്യുന്നുള്ളതാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ചില ഉപായങ്ങളാണ് ഇത്തരത്തിലുള്ള വാദഗതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ് ഹദീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അന്ന് വേറെ ഹദീസൊന്നുമില്ല എന്നാണ് മൂപ്പരവാദം. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്. ഇത് ഈ ഒരു ആയത്ത് മാത്രമല്ല, ഇതേ ആശയത്തിലുള്ള രണ്ടായത്ത് വേറെയുണ്ട്. അതായത് 3 ആയത്തുണ്ട്. ഒന്ന് സൂറത്ത് അറാഫ്, സൂറത്ത് മുർസലാത്ത്, സൂറത്ത് ജാസിയ. അതിലൊരിടത്ത് വബിഅയ്യി ഹദീസിൻ ബഅദല്ലാഹി വആയാതിഹി യുഅ്മിനൂന, അള്ളാഹുവിനും അവൻ്റെ ആയത്തുകൾക്കും ശേഷം പിന്നെ നിങ്ങൾ ഏത് ഹദീസാണ് സ്വീകരിക്കുക? ഇവിടെ അള്ളാഹുവിന് ശേഷം, അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് ശേഷം എന്നാണ് ഏതായത്താണ്? അത് ഖുർആൻ മാത്രമാണോ ആയത്ത് എന്ന് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ആയത്ത് പറഞ്ഞാൽ ഖുർആനിലെ വചനങ്ങൾ അള്ളാഹിൻ്റെ ആയത്തുകളാണ്. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. അതുപോലെ തന്നെ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെയും വരുന്ന വിധികൾ, നിയമങ്ങൾ, അത് അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. ഇതിനൊക്കെ ഖുർആനിൽ തെളിവും ഉണ്ട്. ആ തെളിവൊക്കെ കൂടി ഇപ്പോൾ ഇവിടെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ ആയാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനെ സംബന്ധിച്ച് മാത്രമാണ് ഹദീസ് എന്ന് പറഞ്ഞിട്ടുള്ളതെന്നും അന്ന് വേറെ ഹദീസില്ലായിരുന്നു എന്ന് പറയുന്നതും തന്നെ തനി ഭോഷ്കാണ്, വിഡ്ഢിത്താണ്. ഈ വിഡ്ഢിത്തം വിളിച്ചു വരാന്നുള്ളതാണ് മുസ്തഫയെ പോലുള്ള ആളുകളുടെ ഗതികേട് പറഞ്ഞത്. അപ്പോൾ ഈ ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, അതിനോട് സമാനമായിട്ട് ഖുർആനെ സംബന്ധിച്ച് ഹദീസ് എന്ന് പറഞ്ഞത് വേറെയുണ്ട്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹു ഏറ്റവും അതിസുന്ദരമായിട്ടുള്ള ഹദീസ് അവതരിപ്പിച്ചു. ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, ഈ ഹദീസിനെ തള്ളിപ്പറയുന്നവനെ നീ എനിക്ക് വിട്ടു തന്നേക്കുവാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതെങ്ങനെയാണ് ഹദീസ് നിഷേധത്തിന് തെളിവായി തീരുക? ഇവിടെ ഖുർആനാകുന്ന ഈ ഹദീസ് അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ള ഇത് തന്നെ നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണെങ്കിൽ, അങ്ങനെ പിന്നെ സ്വീകാര്യമല്ലാതെ പോകുന്നുവെങ്കിൽ പിന്നെ അതായത് 100% ഒരു തെറ്റും പറ്റാൻ സാധ്യതയില്ലാന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ, ഇത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ഹദീസാണ് സ്വീകരിക്കാമെന്ന് വെച്ചാൽ വേറെ ഹദീസൊന്നുമില്ല എന്നാ. 100% സത്യമാവാൻ മാത്രം സാധ്യമുള്ള ഒരു ഹദീസ് സ്വീകാര്യമല്ലാത്തവർക്ക് പിന്നെ ശരിയും തെറ്റും സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റ് ഹദീസ് എങ്ങനെ സ്വീകാര്യമാവുന്ന ഖുർആൻ്റെ ചോദ്യം. ഇവിടെ ഖുർആൻ ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദീസ് ഉണ്ടെന്നോ ഇല്ലയെന്നോ സ്ഥിരീകരിക്കല്ല ഖുർആനിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത്. ഖുർആനിൻ്റെ സത്യസ്ഥിതിയെയും
അത് സ്വീകരിക്കാതെ പോകുന്നവരുടെ ബുദ്ധിമോശത്തെയും അത് സ്വീകരിക്കുന്നവരുടെ ദൈക്ഷണികമായിട്ടുള്ള മികവിനെയും ഒക്കെയാണ് ഖുർആൻ ഇതിലൂടെ എടുത്ത് കാണിക്കുന്നത്. അല്ലാതെ ആ മുസ്തഫയെ പോലുള്ള ശേഖരനെ പോലുള്ള ആളുകൾ പറയുന്ന ഇത് ഖുർആൻ ഹദീസ് നിഷേധത്തിനുള്ള ഖുർആനിലുള്ള തെളിവല്ല, അത് വേറെ കൊണ്ടുവരണം. പിന്നീട് മുസ്തഫ പറയുന്ന സംഗതി എന്താണ്? ഇവിടെ സ്വതന്ത്ര ഇജ്തിഹാദ് നടത്തുന്നവരോട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മൂപ്പര് സാധാരണക്കാർ ഒഴിവാക്കി നിർത്തുന്നുണ്ട്, വലിയ കാര്യം തന്നെയാണ്. ഭരണാധികാരികൾ, പുരോഹിതന്മാർ, ഈ പുരോഹിതന്മാരോട് മൂപ്പർക്ക് വലിയ വിരോധമാണ്. എന്നാലും സ്വയം പൗരോഹിത്യം ചമയുകയാണെന്നുള്ള ബോധ്യമോ തോന്നലോ ഒന്നും മൂപ്പർക്ക് ഉണ്ടാവണമില്ല, ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ വാല് വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പുരോഹിതന്മാരങ്ങനെയൊക്കെ പറയണതും. അപ്പോൾ ഈ സ്വതന്ത്ര ഇജ്തിഹാദ് ചെയ്തവരെയൊക്കെ ഇവർ പീഡിപ്പിക്കുകയാണ്, കൊന്നുകളയാണോ ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതിലാരൊക്കെയാണ് മൂപ്പര് പേരെടുത്ത് പറയണത്? അതാണ് രസം. ഒന്ന് ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ. അപ്പോൾ മുസ്തഫക്ക് കൂട്ടുകാരെ കിട്ടി. ഏറ്റവും നല്ല കൂട്ടുകാരാണല്ലോ, മുസ്തഫൻ്റെ കൂട്ടുകാരാണ് അതിന് ഇമാം ഷാഫി റഹ്മഹുല്ല, ഇമാം അബൂ ഹനീഫ, ഇമാമുൽ ആലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല, അതുപോലെ മദീനയിലെ ഇമാമായിരുന്ന ഇമാം മാലിക് റഹ്മഹുല്ല, അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ല, ഇവരൊക്കെ മൂപ്പര കൂട്ടുകാരാണ്. അപ്പോൾ എന്നാൽ ഈ കൂട്ടുകാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് മുസ്തഫ ഒന്നും മനസ്സിലാക്കണമല്ല, മുസ്തഫയുടെ അനുയായികളും. ഈ കൂട്ടുകാർ, അതായത് മഹാന്മാരായിട്ടുള്ള ഈ മുജ്തഹിദുകളായിട്ടുള്ള പണ്ഡിതന്മാർ മുസ്തഫ പറയുന്നത് പോലെ സ്വതന്ത്രമായിട്ടുള്ള ഇജ്തിഹാദാണോ നടത്തിയിരുന്നത്? ഏറ്റവും ചുരുങ്ങിയത് മുസ്തഫക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇമാം ഷാഫിയുടെ അരിസാല എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, അതെന്തെങ്കിലും ഒന്നെടുത്ത് വായിച്ചു നോക്ക്. ചോദിക്കണ്ടല്ലോ ഇവർക്കൊക്കെ ഈ നിയമങ്ങൾ ആവിഷ്കരിക്കാൻ ആരാ അധികാരം നൽകിയത്? മുസ്തഫക്ക് ആരാ അതിനൊക്കെ അധികാരം നൽകിയത്? ഇമാം ഷാഫിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്ന ഫിഖിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ എഴുതിയിട്ടുള്ളത്. ഫിഖ് അതായത് ഇജ്തിഹാദുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്നൊക്കെ നിയമങ്ങൾ ആവിഷ്കരിക്കാനുള്ള ഉപാധികൾ എന്തൊക്കെയാണ്, അതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് രേഖാമൂലം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇമാം ഷാഫിയാണ്. അതാണ് അരിസാല എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതിന് ശേഷമാണ് ലോകത്ത് ഉസൂലുൽ ഫിഖിൻ്റെ നിയമങ്ങൾ ആവിഷ്കൃതമാവുന്നത്. ഈ ഇമാമുകൾക്കൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലുള്ള ഉസൂലുകൾ, അടിസ്ഥാന നിയമങ്ങൾ, വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എങ്ങനെ ഇജ്തിഹാദ് നടത്തണം എന്നുള്ളതിന്. ഒരു ഖുർആൻ ആയത്ത് വന്നാൽ ആ ഖുർആൻ ആയത്ത് എന്ത് ഉദ്ദേശത്തിലാണ്, അതിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അത് മുത്തലക്കാണോ, മുജ്മലാണോ, മുബയ്യനാണോ, മുഫസ്സറാണോ എന്നുള്ള ഒരുപാട് സംഗതികളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ ഒരു ഖിയാസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ ഇജ്തിഹാദിൻ്റെ മാർഗരേഖകൾ ഇവരുണ്ടാക്കുന്നത് എന്തിൽ നിന്നാണ്? അത് ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നുമാണ്. ഇവരാരെങ്കിലും ഹദീസ് തള്ളി പറഞ്ഞിട്ടുണ്ടോ? മുസ്തഫ തള്ളി പറയുന്നത് പോലെ. മുസ്തഫ പറയുന്നത് ബുഖാരി, മുസ്ലിം, ഈ 6 മുഹദ്ദീസുകൾ അവർ ഹിജ്റ 200 ശേഷമാണ് വന്നിട്ടുള്ളത്. ശരിയാണ്. അവർ ഗൂഢാലോചന നടത്തുകയായിരുന്നു. ആർക്ക് വേണ്ടി? ആദ്യം പറഞ്ഞത് ഉമവി ഭരണാധികാരികൾക്ക് വേണ്ടി. പിന്നിപ്പം പറയണത് അബ്ബാസികളിലെ ഏതോ ഒരു രാജാവ് ഉണ്ടായിരുന്നു പോലും, ബാലികമാരെ വല്ലാണ്ട് വിവാഹം ബാലികമാരെ വിവാഹം ചെയ്യാൻ പൂതിയുള്ള ഒരാൾ, അയാൾക്ക് വേണ്ടി പിന്നെ പറയണം. അപ്പോൾ എവിടെയാണ് മുസ്തഫ ഉറച്ചു നിൽക്കുന്നത് എന്ന് മുസ്തഫൻ്റെ ഒന്ന് വ്യക്തമാക്കണ്ട. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ഈ ഇമാമുകൾ അവർ സ്വതന്ത്രമായിട്ടുള്ള ഇജ്തിഹാദാണോ നടത്തിയിട്ടുള്ളത്? അവരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇന്നും ലോകത്ത് പുസ്തക മാർക്കറ്റിൽ ലഭ്യമാണ്. സ്വതന്ത്രമായിട്ട് വായിക്കാൻ പറ്റും. ഇവിടെയുള്ള ഏത് ഇസ്ലാമിക കോളേജുകളിലെ ദർസുകളിലെ ലൈബ്രറികളിലും പോയി തിരഞ്ഞാൽ ഇമാം അബൂ ഹനീഫയുടെ, ഇമാം മാലിക്കിൻ്റെ, ഇമാം ഷാഫിയുടെ, ഇമാം മുഹമ്മദ് ബിൻ ഹംബലിനൊക്കെ ഗ്രന്ഥങ്ങൾ കിട്ടാണ്ട്. ഇതിലൊക്കെ അവർ ഹദീസ് ഒഴിവാക്കിയിട്ട് ഖുർആൻ മാത്രം എടുത്തിട്ടാണോ ഇജ്തിഹാദ് നടത്തിയിട്ടുള്ളത്? മുസ്തഫക്ക് അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ?
എന്നാ മുസ്തഫ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കേൾക്കാൻ പിന്നെ ആഗ്രഹമുണ്ട്. അപ്പോൾ മുസ്തഫ പറയുന്ന ഈ സ്വതന്ത്ര ഇജ്തിഹാദ് പറഞ്ഞാൽ എന്താ? ഹദീസ് പ്രമാണമല്ല എന്നതാണല്ലോ മുസ്തഫ മുന്നോട്ട് വെക്കുന്ന ആശയം. ഈ ആശയത്തെ ഈ ഇമാമുകൾ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവരുടെ ഗ്രന്ഥങ്ങളിൽ എത്ര ഹദീസുകൾ തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട്? ഇവരൊക്കെ ഹദീസ് പ്രമാണമായി അംഗീകരിച്ചിട്ടുള്ള ആളുകളാണ്. മുസ്തഫ പറയുന്ന ബുഖാരിയുടെ പേരിലൊക്കെ ആരോപിക്കുന്ന ഈ ആരോപണം എന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, മുസ്തഫ പറയുന്ന ഈ ഇമാമുകളും അവരെ പോലുള്ള മറ്റ് ഇമാമുകളും ഒക്കെ അവർ ഫുഖഹാക്കളായിരുന്നു. അവർ ഇസ്ലാമിക രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ഫഖീഹ് എന്ന് പേര് പറയുന്നത്. അപ്പോൾ ഫഖീഹിൻ്റെ ജോലിയല്ല മുഹദ്ദിസിൻ്റെ ജോലി. ഫഖീഹ് ഹദീസ്, ഖുർആനും ഹദീസും സഹാബിമാരുടെ ചെയ്തികളും വാക്കുകളും ഒക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവർ നിയമങ്ങൾ ആവിഷ്കരിക്കുന്നു. എന്നാൽ മുഹദ്ദിസ് ചെയ്യണ എന്താണ്? ഈ ഫിഖഹിന് പ്രാധാന്യം കൊടുക്കാതെ ഈ ഫുഖഹാക്കൾ, ഈ മുസ്തഫ എണ്ണി പറഞ്ഞ ഈ ഇമാമുകളടക്കമുള്ള ഇമാമുകൾ ഉദ്ധരിച്ച ഹദീസുകളടക്കം ഉദ്ധരിച്ചുകൊണ്ട് അത് ഹദീസ് എന്ന രീതിയിൽ മറ്റൊരു ഗ്രന്ഥമാക്കി രൂപാന്തരപ്പെടുത്തുന്നുള്ള രണ്ട് കൂട്ടർ രണ്ട് രീതി സ്വീകരിച്ചു. എന്നാൽ രണ്ട് കൂട്ടരുടെ ഉദ്ദേശം എന്നാണ് രണ്ട് കൂട്ടരും കൈയാളുന്നത് ഖുർആനും ഹദീസുമാണ് എന്നുള്ളതാണ്. അതിലൊന്നിന് ഫിഖഹിന് നിയമത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ഇജ്തിഹാദിന് പ്രാധാന്യം കൊടുക്കുന്നു. മറ്റേടത്ത് ഹദീസാകുന്ന പ്രമാണത്തിന് പ്രാധാന്യം കൊടുത്ത് അത് ശേഖരിക്കുന്നു എന്നുള്ള വ്യത്യാസം അവിടെ ഉള്ളത്. അല്ലാതെ ഈ മുജ്തഹിദുകൾ ആരും മുസ്തഫ പറയുന്ന രീതിയിൽ ഒരു സ്വതന്ത്ര ഇജ്തിഹാദ് നടത്തിയിട്ടില്ല. അതിൻ്റെ പേരിൽ അവരെ ആരും ദ്രോഹിച്ചിട്ടുമില്ല. അവരെ ഗവൺമെൻറ്റുകൾ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരോട് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ കാരണമാണ്. അല്ലാതെ മുസ്തഫ പറയുന്നത് പോലെ ഇജ്തിഹാദ് ചെയ്തതിൻ്റെ പേരിലല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശുദ്ധ അസംബന്ധം മാത്രമല്ല, കള്ളം പറഞ്ഞുകൊണ്ട് വേണം തൻ്റെ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ എന്നൊരു മനുഷ്യന് തോന്നിക്കഴിഞ്ഞാൽ അയാളെപ്പോലെ ഗതികേടിൽ അകപ്പെടുന്ന മറ്റാരും ഉണ്ടാവില്ല എന്നതാണ് വസ്തുത. ഈ ഒരു കുഴിയിലാണ് മുസ്തഫ ചെന്ന് ചാടിയിട്ടുള്ളത്.